അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു കന്നഡ വ്ലോഗ്സ്. നമ്മൾ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാട്ടോ യൂട്യൂബ് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ ചെറുക്കൻ്റെ ബർത്ത്ഡേ ആട്ടോ. 28 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബലരാമൻ. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വണ്ടി എടുക്കുന്നില്ലായിരുന്നു, എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം വണ്ടി ഓടിച്ചില്ലെങ്കിൽ അങ്ങനെ ശരിയാവും. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു വരെ പോകാൻ പാടും. ഒത്തിരി ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പുറത്തു വരാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഹുഡൊക്കെ ഓപ്പണാക്കി ഇട്ടേക്കാണ്. അകത്തുണ്ട് സാധനങ്ങളൊക്കെ, നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ കൈ വയ്യാത്തതുകൊണ്ടൊന്നും ചെയ്യാതിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് വരെ പോയിട്ടൊക്കെ വരാം. ഞാനൊരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് വണ്ടി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു കൈ കൊണ്ട് പണി നടക്കത്തില്ല. നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷനാണ് സ്റ്റിയറിംഗ് ഒക്കെ, പവർ സ്റ്റിയറിംഗ് അല്ല. നല്ല രീതിയിൽ ഫോഴ്സ് കൊടുത്താലേ തിരിയുള്ളൂ കേട്ടോ. ഞാനിതൊന്ന് തിരിച്ച് പുറത്തിറക്കിയിട്ട് കാണിക്കാവേ. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഗിയർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3+1 ആണ് ഗിയർ. അതായത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്, അതുപോലെ തന്നെ സാധാരണ വണ്ടിയുടെ ഫസ്റ്റ് ഇല്ലേ, അതാണ് ഈ വണ്ടിയുടെ റിവേഴ്സ്. അങ്ങനെ 3 ഗിയറും റിവേഴ്സുമാണ് നമുക്കുള്ള കേട്ടോ. അധിക ദൂരമൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ശരിക്കും നമ്മുടെ ഈ വണ്ടീനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ അധികം ഞാനങ്ങനെ ഇറക്കിയിട്ടില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മാത്രമല്ല ഇവിടുത്തെ മിററൊക്കെ കണ്ടില്ലേ, നമുക്ക് ഇവിടുത്തെ മിറർ അത്യാവശ്യം വൈബ്രേഷനുള്ള വണ്ടിയാണല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ മിറർ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അഴിഞ്ഞു കേട്ടോ, നേരെ താഴത്തേക്ക് വീണു, ടയറിൻ്റെ അടിയിലേക്കാണ് പോയത്. അങ്ങനെ അത് പോയിട്ടുണ്ട്. പിന്നെ ഇത് പോയിട്ടുണ്ട്. ഈ വണ്ടിയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഇച്ചിരി വടക്ക് പിടിച്ച സൈഡാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, കാരണം ലെഫ്റ്റ് സൈഡ് ഫുള്ള് പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നതല്ല. പക്ഷേ റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പണിയിട്ടാറുണ്ട്. അതായത് നോക്കാം നമുക്കിതാ, ഇത് കണ്ടില്ലേ, ഈ ഒരു ലൈറ്റ് നമ്മൾ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉരുകി പോയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് റെസ്റ്റ് ഉണ്ട്. ഇതാ ഈ ഒരു സൈഡിൽ ഈ സംഭവം പോയിട്ടുണ്ട്. ഇവിടുത്തെ മിറർ പോയി. അതുപോലെ തന്നെ ഇതാ ഈ ഒരു സൈഡിലായിരുന്നു നമ്മുടെ ബാറ്ററി ഇരുന്നത് കേട്ടോ. ബാറ്ററി പൊട്ടിത്തെറിച്ച് പോയിട്ട് പുതിയ മേടിച്ച് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടയർ ഫുള്ള് മുട്ടയായിരുന്നു കേട്ടോ. ഇപ്പോൾ മാറ്റിയതേ ഉള്ളൂ, കുറച്ച് ദിവസമായുള്ളൂ നമ്മൾ മാറ്റിയിട്ട്. 2 ടയർ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഗമൺ സൈഡ് പോയിട്ട് മലയിലൊക്കെ ഒന്ന് കയറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല, ജസ്റ്റ് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒരു ഡീറ്റെയിൽ വീഡിയോ അല്ല. ഇതുകൊണ്ടില്ല, ഇവിടെയൊക്കെ ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ടേ. അപ്പോൾ ഈ കാണുന്ന വീഡിയോയും ഡീറ്റെയിൽ വീഡിയോ അല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനൊരു ദിവസം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പറ്റുവാണെങ്കിൽ ഇതാ ഈ കാണുന്ന മിററൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് തന്നെ ഇടാൻ നോക്കാം. പിന്നെ ഒരു സ്നോർക്കലുണ്ട് വണ്ടിക്ക് ഇതാ ഈ കാണുന്ന സൈഡിൽ. അപ്പോൾ ആ ഒരു സാധനം കൂടി വരുവാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം നല്ല ലുക്കായിരിക്കും. ഇതാ ഈ ഒരു ഫോട്ടോയിൽ കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഗോമസ് അണ്ണനോട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗോമസ് വിചാരിച്ചാലേ വണ്ടിയുടെ ലുക്കൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽ വീഡിയോ, മാത്രമല്ല നമുക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടണം. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ വണ്ടി എടുത്തിട്ട് ഒത്തിരി ദൂരത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്നാണ് വണ്ടി എടുക്കുന്നത്, ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം. അത്ര സുഖമൊന്നുമില്ല വണ്ടി ഓടിച്ചിട്ട് കേട്ടോ, കൈ കുറച്ച് പണിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ഒരു സാധനമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇത് പിടിപ്പിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഈ 2 ഹോളൊക്കെ കണ്ടില്ലേ, ഇത് നമ്മൾ നേരത്തെ വെച്ചിരുന്നതിൻ്റെ ആണ്. അകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ശരിക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകമൊക്കെ ഒന്ന് നീറ്റാക്കാനുണ്ട്. ഇപ്പോൾ വെറുതെ അലമ്പായി കിടക്കാം മൊത്തം. ഗിയർ നോബ് ഇതിൻ്റെ അല്ല കേട്ടോ, ഞാനത് നേരത്തെ ഗിയർ നോബ് കാണിച്ചത്. ഇത് നമ്മുടെ വണ്ടി 3+1 ആണ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റിവേഴ്സ് മാത്രമേ ഉള്ളൂ. അതും സാധാരണ വണ്ടിയുടെ നമ്മുടെ നോർമൽ കാറുകളുടെ ഫസ്റ്റാണ് നമ്മുടെ വണ്ടിയുടെ റിവേഴ്സ്, നോർമൽ കാറിൻ്റെ സെക്കൻഡ്, ഇതിൻ്റെ ഫസ്റ്റ്, അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഹുഡ് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കുറേയേറെ വീഡിയോസ് ഇടുന്നുണ്ട്, അത്യാവശ്യം വ്യൂസൊക്കെ ഉള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അതിനകത്ത് വണ്ടിയുടെ പണി, അതായത് നമ്മുടെ പഴയ വണ്ടി ആയിരുന്നപ്പോൾ തൊട്ട് അത് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത് തൊട്ട് വണ്ടി ഇത്ര ആക്കിയതിൻ്റെയൊക്കെ മൊത്തം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറി കാണുവാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, അതായത് ഈ ഒരു വണ്ടിയോടൊക്കെ താല്പര്യമുള്ളവർക്ക്, വണ്ടി പണിയാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അതിൻ്റെ അകത്ത് കയറി കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഹുഡിനെ കുറിച്ചിട്ട് ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം നമ്മൾ ആദ്യം എടുത്തത് അകത്ത് വൈറ്റ് വരുന്നൊരു ടൈപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് മാറ്റി, കാരണം
കുറച്ച് ബോറായിരിക്കും തോന്നിയുകൊണ്ട് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് അകത്തും ബ്ലാക്ക് പുറത്തും ബ്ലാക്ക് വരുന്നിട്ടാണ് ചെയ്തേക്കുന്നത്. ആലപ്പുഴയിലാണ് ചെയ്യിച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് സാധനം. ഇതിപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി സപ്പോർട്ട് പോകുന്നത് ഇതുപോലുള്ള റിബൺ ടൈപ്പ് സാധനങ്ങളാണ് വീണ്ടില്ലേ. ഈ ഒരു 3 എണ്ണം ഇങ്ങനെ പോയിട്ട് നേരെ ബാക്ക് വരെ പോയിട്ട് അവിടെ അറ്റാച്ച് ചെയ്തേക്കുക. ഈ ഒരു 3 സൈഡിലേക്ക്. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഹുഡ് വന്നിട്ട് ഹുഡിൽ ഇതുപോലെ വെൽക്രോ വെച്ചിട്ടുണ്ട്. ആ വെൽക്രോ നമ്മൾ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കിനും അതവിടെ സെറ്റായിട്ടിരിക്കും. അതുപോലെ ഇവിടെ ഒരു 3 എണ്ണം, ഈ ബാക്ക് സൈഡിൽ ഒരു 2 എണ്ണം, അങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഡോറിലേക്ക് ചേർത്തിട്ട് ഈ കാണുന്ന രീതിയിൽ തുറക്കാവുന്ന രീതിയിൽ 2 എണ്ണം ഇവിടെ അവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലിയറാണ്, വൈറ്റ് കളറാണ്, അതായത് അപ്പുറം കാണാവുന്ന ടൈപ്പ് സാധനമാണ്. ഇത് അടച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നു, അപ്പം മിസ്റ്റ് അടിച്ചിട്ട് ഇതിങ്ങനെ വൈറ്റ് കളർ ഇരിക്കുക കേട്ടോ. അത് ഉണങ്ങുമ്പോൾ ക്ലിയർ ആകും, ട്രാൻസ്പെറൻ്റ് ആകും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് ഇത്രേ കാണിക്കുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഓരോ സാധനത്തിനും എത്ര രൂപ ചിലവായിട്ടുണ്ട്, മൊത്തത്തിൽ വണ്ടി എങ്ങനെ ആയിരുന്നു, ആദ്യം വണ്ടി എങ്ങനെ ആയിരുന്നു, ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ മൈ ബോയ്. ഇവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ അല്ല, ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്, അത് പുറകെ വരും. അതിന് മുമ്പായിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൽറാമൻ. എൻ്റെ ചാനലിൻ്റെ പേര് കണ്ണടം വ്ളോഗ്സ് എന്നാട്ടോ. ആ മേളിൽ കാണുന്ന ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കമ്പനിയാണ്. വേറൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, വേറൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ വർക്കുകളാണ്, നമ്മൾ മെയിനായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ആ ഒരു ചാനലുണ്ട്, ആ പേജിലുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കയറി കാണാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഗാർഡനിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പേജായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ കണ്ടൻറ്റൊക്കെ കേട്ടോ. ഇത്രയൊക്കെയാണ് തൽക്കാലം ഇന്നത്തേക്ക്. നമ്മുടെ വണ്ടി ലോങ് ചേസാണ് കേട്ടോ. കാണുമ്പോൾ കട്ട് ബോഡി പോലെ തോന്നുമെങ്കിലും കട്ട് ചേസ് അല്ല, ലോങ് ബോഡിയാണ്. നമ്മൾ ഡോർ കട്ട് ചെയ്ത് വെച്ചേക്കുക. അതൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ബൈ.